ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടില് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹാപ്പിനെസ്സോടുകൂടെ ഏറ്റവും ഒരു റിലാക്സിങ് ഡേ ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ വിഷ് ചെയ്യുന്നു. കാരണം സൺഡേ എന്ന് പറഞ്ഞാൽ റിലാക്സിങ് ഡേ ആണ് എന്ന് പറഞ്ഞാലും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, അല്ല എനിക്ക് പുരുഷന്മാരാണ് അവരിപ്പോ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഒക്കെ തനി ആയിട്ടിരിക്കുന്നവരാണെങ്കിലും സൺഡേ കുറച്ചും കൂടെ ഒരു തിരക്കുള്ള ഡേ ആയിരിക്കും മറ്റു ദിവസത്തേക്കാളും അല്ലെ. നിങ്ങൾ വീക്കെൻഡ് ചെയ്യാൻ വെച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ റീഡിങ് വളരെ നന്നായി ചെയ്യാൻ പറ്റിയതിലും നിങ്ങളുടെ നല്ല മെസ്സേജ് കമന്റുകളിലും എനിക്ക് വളരെ സന്തോഷം. പൈൽ റീഡിങ്ങിന്റെ അപ്പോൾ ഇന്നും സെയിം പൈൽ റീഡിങ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 2 തരം ഡെക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ടാരോ അഥവാ സീക്രട്ട് ടാരോ ആണ്. രണ്ടാമത് നമ്മുടെ നിവേദ്യ മൊറാക്കിളാണ്, മലയാളം ടാരോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പൈല് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിന് മുമ്പായിട്ട് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ സാഹചര്യമായിട്ട് കണക്ട് ചെയ്ത് വരണേ എന്നും ഭഗവാനോടോ ദേവിയോടും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു പൈൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു സംഭവം നിങ്ങൾ സെലക്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ പറയട്ടെ, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുമായിട്ട് വരുന്ന നല്ല സാഹചര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്ത് അട്രാക്ട് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക, തള്ളിക്കളയുക. നിങ്ങളുടെ വീഡിയോ അല്ല, നിങ്ങളുടെ റീഡിംഗ് അല്ല എന്നെപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം പൈൽ നമ്പർ 1 ആണ്. ഇതിന്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ പൈൽ നമ്പർ 1 നിങ്ങളുടെ റീഡിംഗ് ആണ്. ആദ്യം തന്നെ ഒരു പവർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീഴ്ച കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് പാസ്റ്റ് കാർഡ് ആയതുകൊണ്ട് ഒരു വീഴ്ച കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഡാർക്ക് നൈറ്റിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന പകുതിയിലധികം ആളുകളും എന്നാണ് എനിക്കിവിടെ വരുന്ന മെസ്സേജ്. ഒരുപാട് കൊത്തിപ്പറിക്കലുകളും അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. ശരിയല്ലേ? എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചീറ്റ് ചെയ്ത് തള്ളിയിട്ടിരിക്കുകയാണ് താഴെ. നിങ്ങൾ ഉദ്ദേശിച്ച ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന്, അതായത് നിങ്ങളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതാവസാനം വരെ കൂടുതൽ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നെറ്റിലെ ഹാമർ കൊണ്ട് അടിക്കുന്ന പോലെ എന്നുള്ളൊരു വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് എന്താ അങ്ങനെ പറയണ, നിങ്ങൾ ഉറപ്പിക്കുകയാണ് എന്റെ ആണ് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങളോട് എപ്പോഴും പറഞ്ഞ് നീ എന്റെ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാഴേക്ക് 40 വട്ടം, അല്ലെങ്കിൽ ഉപ്പേരി പീര ഇടുന്നത് പോലെ, കുട്ടിന് പീര ഇടുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ അങ്ങനെ പറഞ്ഞ വ്യക്തി മേലെ എത്തി ഒന്ന് താഴ്ത്തള്ളിയിട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം കഴിഞ്ഞു വന്ന ആളുകളാണ് ഇവിടെ പകുതിയിലധികം ആളുകളും ഇരിക്കുന്നത് എന്നാണ് ആദ്യത്തെ കാർഡ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത് കാണുന്ന കുറച്ച് ആളുകളെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും അമ്പലമായിട്ടൊക്കെ കണക്ട് ചെയ്ത ആൾക്കാരാവാനൊരു സാധ്യതയുണ്ട്. ആണെങ്കിൽ അത് കമന്റ് ഇടണേ. ചിലപ്പോ ബ്രാഹ്മിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്പലവാസി എന്ന് പറയുന്ന വാര്യർ, അങ്ങനെ ആയിട്ട് ഞാനിപ്പോ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ഇവിടെ ആരും കമന്റ് കൊണ്ടുവന്ന് ഇടരുത്. എനിക്കിപ്പോ പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടി, നിങ്ങൾ അവിടെ ജോയിനിങ് ആയിട്ടുള്ള അമ്പലമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊന്നും അല്ലെങ്കിൽ കൂടെ എപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിന്റെ അടുത്തായിരിക്കാം നിങ്ങളുടെ വീട്. അങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഞാൻ ആ ഒരു വീട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരും പൊങ്കാലയും കൊണ്ട് വരരുത് പ്ലീസ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെയല്ല. എനിക്കൊരു മെസ്സേജ് കിട്ടി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അങ്ങനെയുള്ള ആളായിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരോ ഒരാൾ അമ്പലമായിട്ട് കണക്ട് ചെയ്ത ഒരാളാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഡെത്ത് കാർഡാണ്. ഇപ്പോ നിങ്ങൾ ഈ അനുഭവിക്കുന്ന സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറി നല്ലൊരു കാര്യം, ഒരു ഡാർക്ക് നൈറ്റ്, ഞാൻ പറഞ്ഞത് 2 ഡാർക്ക് കളേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാർക്ക് നൈറ്റ് മാറി ഒരു റീബർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഈ അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യം അപ്പാടെ മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, വീഴ്ച പറ്റി കഴിഞ്ഞു. എന്നിരുന്നാലും നിങ്ങൾ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് വേണം.
കാരണം എവിടെ നിന്നാണ് പിടിമുറുക്കുക അല്ലെങ്കിൽ കെട്ടിവലിക്കുക എന്ന് പറയില്ലേ, ആ ഒരു മെസ്സേജും കൂടെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇതും കൂടെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ അത് ഒരു റീബർത്തിലേക്ക് ആയിരിക്കും. സാഹചര്യം നിങ്ങളെ കെട്ടി വലിച്ച ഒരു റീബർത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം എൻഡായി നല്ലൊരു ഇതിലേക്ക് വരികയാണ്. അത് തന്നെയാണ് അടുത്ത കാർഡ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏറ്റവും സമൃദ്ധിയുടെ, സമ്പത്തിന്റെ, നർച്ചറിറ്റിന്റെ ഒക്കെ ഒരു കാർഡാണ് എംപ്രസ് കാർഡ് എന്ന് പറയുന്നത്. ദേവി അമ്മ മഹാമായയുടെ ഒരു സാന്നിധ്യം കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി എന്ന് പറഞ്ഞപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു പ്രഗ്നൻസി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മദർ എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഒരു അമ്മ ദേവതയായിരിക്കാം, മാതൃദേവതയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയുമായിട്ട് എന്തെങ്കിലും ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ്, അമ്മ വഴി വന്ന ബന്ധമായിരിക്കാം ഇത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് പറഞ്ഞ് അമ്മ നിങ്ങളെ എന്താ പറയാ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളെ പ്രൊട്ടക്ഷൻ, നിങ്ങളെ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് എനിക്കിവിടെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വേർഡാണ് എനിക്കിപ്പോ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അമ്മയാവാൻ പോകുമായിരിക്കാം വന്നു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയാവാൻ പോകുമായിരിക്കാം. അപ്പൊ അങ്ങനൊരു ഇതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഒരുപാട് സമ്പത്തും സമൃദ്ധിയും എല്ലാം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തും. ഭഗവാനെ നമസ്കരിക്കുക. ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ്സ് എന്തായാലും ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു കാർഡിൽ പറയാനുള്ളത്. അടുത്തത് എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് ആണ്. അത് മഹാദേവനും ദേവിയും, അതായത് അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അപ്പൊ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ്, ഇരട്ടത്തിരി എന്ന് പറയുക. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, മാഡം ഞാൻ ട്വിൻ ഫ്ലെയിം ആണോ, നിങ്ങൾ സോൾമേറ്റ് ആണെന്ന്. പക്ഷെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ് ഇത് കാണുന്നത്. അപ്പൊ ട്വിൻ ഫ്ലെയിം ആയ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ട. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഏറ്റവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. ഈ തല്ലി പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയി എന്ന് തോന്നിയാലും നിങ്ങൾ പിരിയില്ല, നിങ്ങൾ വീണ്ടും കൂടിച്ചേരും. കാരണം നിങ്ങളുടെ ഇരട്ടത്തിരി എന്നൊക്കെ പറയും, ഇരട്ടത്തിരി ജ്വാല എന്നൊക്കെ നമ്മൾ പറയും. അതായത് അത് രണ്ടും ജോയിൻ ചെയ്ത് നിൽക്കും. അത് വിട്ടുപോയാലും പിന്നെ ഇത് ചേർന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോ അവർ നിങ്ങളിലേക്ക് തന്നെ വരും. അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ലേ ഈ ഒരു ടെമ്പറൻസ് ഈ എംപ്രസ് കാർഡിലെ ആ ഒരു എനർജി നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അവരാണ്, അവർ നിങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഈ മാറി നിൽക്കുന്ന സാഹചര്യം നിങ്ങൾ കണക്കിലെടുക്കണ്ട. അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. എങ്ങനെയായാലും മഹാദേവനും ശക്തിയും പോലെ, ശിവനും ശക്തിയും പോലെ, പ്രകൃതിയും പുരുഷനും പോലെ അങ്ങനെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉടലിന്റെ പകുതിയാണ് അവരിനിപ്പോ നിങ്ങളിപ്പോ എക്സ്ട്രാ മെറിറ്റൽ ആയാലും കാമുകന്മാരായാലും നിങ്ങളുടെ ഉടലിന്റെ പകുതിയാണ് അവർ. അപ്പൊ അവരെന്തായാലും നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇതാണ് ഈ കാർഡ് നമ്പർ 1 പൈൽ റീഡിംഗിലെ കാർഡ് നമ്പർ 1ന്റെ ആൾക്കാരോട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് കണക്ട് ആയിട്ടില്ലെങ്കിൽ അടുത്ത റീഡിംഗിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കി ഇതാണോ റെസനേറ്റ് ആവുന്നത് നിങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കുറെ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഫെബ്രുവരി മാസം ലവ് അട്രാക്ഷന്റെ ഓഫേഴ്സ് ആണ് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. അതായത് പിണങ്ങി പോയ ആളുകളെ റീയൂണിയൻ ചെയ്യാനുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് മെഡിറ്റേഷൻ, പിങ്ക് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്പ്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സ്പ്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2, നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും ഇത് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആദ്യം ദേവി പറയുന്ന ഒരു വേർഡ്, വളരെ ശ്രമകരമാണെങ്കിലും പ്രണയ സാഫല്യം വിവാഹത്തിനെത്താൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേറെ ഞാൻ ഇതിനെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു 8 മാസം എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഒരു 8 ആഴ്ച എന്ന് പറയും, അല്ലെങ്കിൽ ഒരു 8 ദിവസം പറയും. ഇതിനുള്ളിൽ കല്യാണം നടക്കുന്നല്ല, ഇതിനുള്ളിൽ നിങ്ങൾക്ക് റീകോണ്ടാക്ട് ഉണ്ടാവും, റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 8 മാസത്തിന്റെ ഉള്ളിൽ മേ ബി നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കമന്റ് ഇടണം. എത്ര മനോഹരമായിട്ടാണല്ലേ ഒരു കാർഡ് വന്നിരിക്കുന്നത്. പാർവതി ദേവി ഒരു തുളസിയില മാത്രം ഭക്ഷിച്ച് അദ്ദേഹത്തിന് വേണ്ടി, അല്ലെ, സതിദേവിയുടെ വിരഹത്തിന് ശേഷം സതിദേവി തന്നെയാണ് പാർവതിയായിട്ട് ജനിച്ചിരിക്കുന്നത്. അറിയാലോ, ഞാൻ ആ കഥയൊന്നും പറഞ്ഞു തരണ്ട അല്ലോ, അറിയാത്ത ആളുകൾക്ക് വേണ്ടി എന്നാലും ഒന്നും കൂടെ പറയും. മഹാദേവന്റെ
ദക്ഷയാഗത്തിന് ആ ഒരു കഥ ഉണ്ടല്ലോ, ദക്ഷയാഗത്തിന് ക്ഷണിക്കാതെ പോയ സതീദേവി, ദക്ഷൻ അതായത് സതീദേവിയുടെ അച്ഛൻ അവരെ ആക്ഷേപിച്ചത് കൊണ്ട് അവര് തീ ആത്മാഹുതി ചെയ്യുകയും ആ ബോഡി എടുത്ത് മഹാദേവൻ കുറേ ഭ്രാന്തന്മാരെ പോലെ അലയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വേറൊരാളെയും സ്നേഹിക്കില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ ഈ സതീദേവി തന്നെ പാർവതിയായിട്ട് പുനർജനിച്ച് അവര് മഹാദേവന് വേണ്ടി വെയിറ്റ് ചെയ്ത് തപസ്സിരിക്കുകയാണ് ഈ ഹിമാലയത്തില് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇല മാത്രം ഭക്ഷിച്ചിട്ടാണ് അവര് മഹാദേവന് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഒരു കഥ. അപ്പൊ ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ തപസ്, നിങ്ങളിപ്പോ ഈ അനുഷ്ഠിക്കുന്ന ഈ ഊണും ഉറക്കവും വെള്ളവും വായുവും ഒന്നുമില്ലാതെ ഇരുന്ന് അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഒരിക്കലും പാഴാവില്ല. നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രണയം തേടിയെത്തും എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് രക്താംഗി ദേവിയാണ്. അതിനെന്ത് വേണം? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വിജയത്തിന്റെ കിരീടം ചൂടാൻ നിങ്ങൾക്ക് പരിശ്രമം അത്യാവശ്യമാണ്. തടസ്സങ്ങളുടെ പർവ്വതനിര തകർക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പൊ ഉണ്ടാവുന്ന ബ്ലോക്കേജസ് മുഴുവനും തകർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനെന്താണ്? കഠിനാധ്വാനം വേണം. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് അവരെ പോയിട്ട് വെറുതെ അൺബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറെ നമ്പർ എന്നൊക്കെ പോയി വിളിച്ച് അവരെ ശല്യം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി അല്ലെങ്കിൽ ഓഫീസിൽ കയറി പോയിട്ട് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ടെലിപ്പതി മെസ്സേജ് അയക്കുക, അവർക്ക് വേണ്ടിയിട്ട് അവരെ ബ്ലെസ് ചെയ്യുക, ഹൊപ്പോണൊപ്പോണോ ചാൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. കാരണം സ്ക്രിപ്റ്റിങ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിലേക്ക് അദ്ദേഹം വരിക എന്ന്, അല്ലെങ്കിൽ അവർ വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടി നിങ്ങൾക്ക്. ഇപ്പൊ ഫയൽ നമ്പർ 2 സാധിക്കുന്നവർ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പരിശ്രമമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത് പരിശ്രമിക്കേണ്ടത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിന്ന് നമ്മുടെ കോഴ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലളിതാംബിക ദേവിയാണ്. ബന്ധങ്ങളുടെ ശിഥിലീകരണം എല്ലാവരിലും നിങ്ങൾ അകറ്റി നിർത്തും. അതായത് ചില സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവരെ പ്രേമിക്കുന്നത് കൊണ്ട് ചില ആൾക്കാർ നിങ്ങളെ മാറ്റി നിർത്തും എന്നാണ് ലളിതാംബിക ദേവിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ്. അപ്പൊ അതൊന്നും നിങ്ങളിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ, കാര്യമാക്കില്ല. ആരായാലും എന്തായാലും ഞങ്ങള് ഒന്നിക്കുമെന്ന് തീരുമാനിച്ച ആളുകളല്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം അങ്ങനെ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക, കുഴപ്പമില്ല. നിങ്ങൾ ഇനിയിപ്പോ എന്തായാലും വാട്ടവർ അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അടുത്തത് പതിവ്രത. നിങ്ങൾ പരിശുദ്ധമായ വ്യക്തിത്വത്തിന് ഉടമയായതിനാൽ ചതിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കൂ. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. കാരണം അവർ വരും, കല്യാണം കഴിക്കും, എന്നിരുന്നാലും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ പതിവ്രതയാണ്. അതായത് ശുദ്ധമായ വ്യക്തി മനസ്സിനുടമകളാണ് നിങ്ങൾ. പതിവ്രത പറഞ്ഞ ഇനി ആണുങ്ങളാണെങ്കിൽ പതിവ്രത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ശുദ്ധാത്മാക്കളാണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായി ഒന്ന് കരുതിയിരിക്കുക. അവരെന്തായാലും നിങ്ങളിലേക്ക് വരും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പ്രെഡ്. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ വരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നല്ല കമന്റ്, നിങ്ങൾ നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ആയിട്ട് താഴെ ഇടുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.